checker, second year vocational theory, volume 1. ഇൻലൈൻ ചെക്കർ എന്ന വൊക്കേഷണൽ കോഴ്സിൻ്റെ 2ാം വർഷത്തെ വൊക്കേഷണൽ തിയറി ക്ലാസ്സിൻ്റെ 1ാം വോളിയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. Inline checking or inspection. To detect the error at the source, support the need for inline checking or inspection. ഉറവിടത്തിൽ പിശക് കണ്ടെത്തുന്നതിന് ഇൻലൈൻ പരിശോധന അല്ലെങ്കിൽ പരിശോധനയുടെ ആവശ്യകതയെ പിന്തുണയ്ക്കുന്നു. Key quality characteristics or points are inspected for conformance to the specifications like stitches per inch, seam allowance, stitch types, machine types, and work aids usage methods, etc. തുന്നലുകൾ, സീം അലവൻസ്, തുന്നൽ തരങ്ങൾ, മെഷീൻ തരങ്ങൾ, വർക്ക് എയ്ഡ്സ് ഉപയോഗ രീതികൾ മുതലായ സവിശേഷതകൾക്ക് അനുസൃതമായി പ്രധാന ഗുണനിലവാര സവിശേഷതകൾ അല്ലെങ്കിൽ പോയിന്റുകൾ പരിശോധിക്കുന്നു. The critical operations are identified for the style by the technical team and products on those operations are inspected. നിർണായക പ്രവർത്തനങ്ങൾ സാങ്കേതിക സംഘം ശൈലിക്ക് തിരിച്ചറിയുകയും ആ പ്രവർത്തനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു. Next, body measurements and garment sizes. ശരീര അളവുകളും വസ്ത്ര വലിപ്പങ്ങളും അല്ലെങ്കിൽ ഗാർമെന്റ് സൈസസും. നെക്ക്. US dress shirts are use inches for neck measurements. Warp the tape around Adam's apple. Make sure that the tape is consistently level all the way around your neck. US ഡ്രസ് ഷർട്ടുകൾ കഴുത്തിന്റെ അളവുകൾക്ക് ഇഞ്ച് ഉപയോഗിക്കുന്നു. ടേപ്പ് ഉപയോഗിച്ച് കഴുത്തിന് ചുറ്റും നമ്മുടെ ആദംസ് ആപ്പിളിന്റെ മുകളിലൂടെ എടുത്ത് അളക്കുന്ന അളവാണ് കഴുത്തിന്റെ അളവായിട്ട് എടുക്കുന്നത്. അങ്ങനെ അളക്കുമ്പോൾ ടേപ്പ് ഒരേ ലെവലിൽ കഴുത്തിന് ചുറ്റും പിടിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. Next is chest or bust.
This measurement is used for tops and dresses. നെഞ്ചളവ്. ഈ അളവ് ടോപ്പ് വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ അരയ്ക്ക് മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കാണ് ടോപ്പ് ഡ്രസ്സസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെസ്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ നെഞ്ചിന്റെ അളവ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് വേസ്റ്റ്. ദിസ് മെഷർമെന്റ് ഈസ് യൂസ്ഡ് ഫോർ tops, dresses and bottoms. Most clothing lines use measurement of the natural waist for their size guides. Some brands use low waist measurement. For this, you would measure at the point where your trousers would normally ride. അരക്കെട്ടിന്റെ അളവ്. ഈ അളവുകൾ അല്ലെങ്കിൽ അരക്കെട്ടിന്റെ അളവുകൾ നമ്മൾ ബോട്ടം ഡ്രസ്സുകൾ, അതായത് അരയ്ക്ക് താഴേക്ക് ധരിക്കുന്ന ഡ്രസ്സുകളുടെയും പിന്നെ ചില ടോപ്പ് ഡ്രസ്സുകളുടെയും അളവായിട്ടാണ് ഉപയോഗിക്കുന്നത്, സൈസ് പറയാനായിട്ട് ഉപയോഗിക്കുന്നു. എല്ലാ വസ്ത്ര ലൈനുകളും അവയുടെ വലിപ്പ ഗൈഡുകൾക്കായി സ്വാഭാവിക അരക്കെട്ടിന്റെ അളവ് ഉപയോഗിക്കുന്നു. എന്നാൽ ചില ബ്രാൻഡുകൾ താഴ്ന്ന അരക്കെട്ട് അല്ലെങ്കിൽ ലോ വേസ്റ്റ് അളവ് ഉപയോഗിക്കുന്നു. ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ ട്രൗസറുകൾ സാധാരണയായി കയറുന്ന സ്ഥലത്ത് നിങ്ങൾ അളക്കുക. നെക്സ്റ്റ് ഈസ് hips. This measurement is used for bottoms and sometimes for dresses. ഇടുപ്പിന്റെ അളവ് ഉപയോഗിച്ച് അടിവസ്ത്രത്തിനും ചിലപ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും സൈസായിട്ട് പറയാറുണ്ട്. Body measurements and garment sizes continued. Garment സൈസിന്റെ അളവ് തുടരുന്നു. Inseam. This measurement is used for trousers and jeans. The inseam is the distance from the uppermost part of your thigh to the ankle. Measure from crotch to the cuff on the inside seam of the leg. ഇൻസീം എന്ന അളവ് ട്രൗസറിനും ജീൻസിനും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ തുടയുടെ മുകൾ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ കണങ്കാലിലേക്കുള്ള ദൂരമാണ് ഇൻസീം. അതായത് ജീൻസിന്റെ അല്ലെങ്കിൽ ട്രൗസറിന്റെ ക്രോച്ച് മുതൽ കാലിന്റെ അകത്തെ സീമിന്റെ കഫ് വരെ അളക്കുക. ഇതാണ് ഇൻസീമിന്റെ അളവ്. ജീൻസിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെട്ടാണ്. അതിൻ്റെ അകത്ത് ഇൻസീം വരുന്നുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം ഒന്ന് എടുത്തു നോക്കിയാൽ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Next is neck measurement. Neck measurement is commonly used for sizing men's dresses, shirts. Many dress sold in US actually use the neck size in inches as size. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനമാണ്. കഴുത്തിന്റെ അളവ്
പുരുഷന്മാരുടെ വസ്ത്രത്തിൻ്റെ, അതായത് ഷർട്ടിൻ്റെ വലിപ്പത്തിന് സാധാരണയായി കഴുത്തിൻ്റെ അളവ് ഉപയോഗിക്കുന്നുണ്ട്. Next is sleeve measurement. Sleeve measurement is often used for sizing men's dress shirts. അതായത് കൈകളുടെ അളവ്, നമ്മളുടെ കൈയുടെ അളവ് ചിലപ്പോഴൊക്കെ പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ സൈസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഗാർമെന്റ് കമ്പോണൻസ് സോർട്ടിംഗ്. ഒരു ഗാർമെന്റിന്റെ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ ഘടകങ്ങളുടെ തരംതിരിക്കൽ. Cut components are sorted according to the production system after cutting. ഗാർമെന്റ് ഉൽപാദനത്തിൽ കട്ടിങ്ങിന് ശേഷം ഉൽപാദന സമ്പ്രദായം അനുസരിച്ച് കട്ട് ചെയ്ത ഘടകങ്ങൾ അടുക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ തരംതിരിച്ച് അടുക്കി വയ്ക്കുന്നു. അതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. The method of sorting cut parts or bundle is to separate and place all components of garments together. Size-wise sorting and, in case of multiple colors are cut in a single lay, color-wise sorting are required. കട്ട് ചെയ്ത ഭാഗങ്ങൾ തരംതിരിക്കുന്ന രീതി ഒരു വസ്ത്രത്തിൻ്റെ എല്ലാ ഘടകങ്ങളും വേർതിരിച്ച് സ്ഥാപിക്കുക അല്ലെങ്കിൽ വേർതിരിച്ച് ശേഖരിക്കുക എന്നതാണ്. വലിപ്പമനുസരിച്ച് തരംതിരിക്കലും, അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങൾ ഒറ്റ പാളിയായിട്ട് മുറിക്കുകയാണെങ്കിൽ, കട്ട് ചെയ്യുകയാണെങ്കിൽ നിറമനുസരിച്ച് തരംതിരിക്കലും ആവശ്യമാണ്. Next is garment components bundling. വസ്ത്രഘടകങ്ങൾ ബണ്ടിൽ ചെയ്യൽ. As per the production system requirement, a certain number of pieces with all components are tied together. This process is known as bundling. ഉൽപാദന സംവിധാനത്തിന്റെ ആവശ്യകത അനുസരിച്ച് എല്ലാ ഘടകങ്ങളുമുള്ള ഒരു നിശ്ചിത എണ്ണം കഷണങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കേണ്ടതാണ്. ഈ പ്രക്രിയയെ നമ്മൾ സാങ്കേതികമായിട്ട് ബണ്ടിലിംഗ്, ഗാർമെന്റ്സ് ബണ്ടിലിംഗ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്നു. Many sewing rooms use bundle system, where small batches of garments move from one workstation to another in a controlled way. Batches may all be the same size. Example, 10 units, 1 dozen, 2 dozen, etc. പല സ്റ്റിച്ചിങ് റൂമുകളിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മുറികളിലും ബണ്ടിൽ സംവിധാനം ഉപയോഗിക്കുന്നു. അവിടെ
ചെറിയ ബാച്ച് വസ്ത്രങ്ങൾ ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു നിയന്ത്രണ രീതിയിൽ നീങ്ങുന്നു. ബാച്ചുകൾക്കെല്ലാം ഒരേ വലിപ്പമുണ്ടാകാം. ഉദാഹരണത്തിന് 10 യൂണിറ്റുകൾ, 1 ഡസൻ, 2 ഡസൻ മുതലായവ. After the cut bundles are separated or marked and tied, the bundles are sorted and grouped together. However, is necessary for sewing process. Parts that will be sewn together in the early stages of production will be tied together. അതായത് കട്ട് ബണ്ടിലുകൾ വേർതിരിച്ച് അടയാളപ്പെടുത്തി കെട്ടിയതിനു ശേഷം ബണ്ടിലുകൾ തരംതിരിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ തയ്യൽ പ്രക്രിയയ്ക്ക് അത് ആവശ്യമാണ്. ഉൽപാദനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരുമിച്ച് തുന്നിച്ചേർക്കേണ്ട ഭാഗങ്ങൾ പരസ്പരം ബന്ധിക്കുക. Next is garment components labeling. വസ്ത്ര ഘടകങ്ങളുടെ അല്ലെങ്കിൽ ഗാർമെന്റ് ഘടകങ്ങളുടെ ലേബലിംഗ്. Whenever bundles are used, they are accompanied by bundle label. Labels provide basic information about the work, that is the style number, the size of the garment, number of garment in the bundle and the date of issue. നമ്മൾ ഗാർമെന്റ് സ്റ്റിച്ചിങ്ങിൽ ബണ്ടിലുകൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം അവയ്ക്കൊപ്പം ഒരു ബണ്ടിൽ ലേബലും ഉണ്ടായിരിക്കും. ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കടലാസിന്റെ പീസോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും നമ്മളത് ഈ ബണ്ടിലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ലേബലുകളിൽ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നു. അതായത് സ്റ്റൈൽ നമ്പർ, വസ്ത്രത്തിന്റെ വലിപ്പം, അതായത് സൈസ്, ബണ്ടിലിലെ വസ്ത്രത്തിന്റെ എണ്ണം, പിന്നെ ഇത് സ്റ്റിച്ചിങ്ങിലേക്ക് ഇഷ്യൂ ചെയ്ത തീയതി. ഉദാഹരണത്തിന് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ, ആൽഫ ന്യൂമറിക്കൽ ഓർഡർ നമ്പർ ഉണ്ടാകും. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ ഓർഡർ അല്ലെങ്കിൽ നമ്മൾ ഫാക്ടറിയിൽ തന്നെ ഇടുന്ന ഓർഡർ നമ്പർ ഏതെങ്കിലും ആയിരിക്കാം. 2 ബണ്ടിൽ നമ്പർ, ബണ്ടിലിന്റെ നമ്പർ സീരിയലായിട്ട് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കലായിട്ട് ഉപയോഗിക്കാവുന്നത്. സ്റ്റൈൽ നമ്പർ, ഉദാഹരണത്തിന് ജീൻസിന്റെ റെഗുലർ ഫിറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ സ്ലിം ഫിറ്റ് ഉണ്ടാവാം. അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും സ്റ്റൈൽ നമ്പറിന് അല്ലെങ്കിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും, ആ കോഡ്. ക്വാണ്ടിറ്റി ഇൻ ദ ബണ്ടിൽ, ബണ്ടിലിലെ അളവ്. ഉദാഹരണത്തിന് 12 പീസസ്, 12 കഷ്ണങ്ങൾ. ഏത് ഘടകമാണുള്ളത് അതിന്റെ 12 എണ്ണം ഉണ്ടാവും, 1 ഡസൻ.
സൈസ്, അതായത് ഗാർമെൻറ്റിൻ്റെ സൈസ്, വലിപ്പം, അത് ലാർജ്, മീഡിയം, എക്സൽ അങ്ങനെയുള്ള, എം മീഡിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഡുകൾ സാധാരണ കണ്ടിട്ടുണ്ട്. എം അല്ലെങ്കിൽ എസ് സ്മോള്, എസ് എം, എൽ ലാർജ് അല്ലെങ്കിൽ എക്സൽ എക്സ്ട്രാ ലാർജ്, എക്സ് എക്സൽ അൾട്രാ ലാർജ്, ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ള വലിപ്പങ്ങൾ. പിന്നെ അതിൻ്റെ സെക്ഷൻ, എന്ത് സാധനമാണ്, ഉദാഹരണത്തിന് സ്ലീവ് ആണോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പോക്കറ്റാണോ, എന്താണെന്ന് വെച്ചാൽ ആ സെക്ഷൻ എന്താണ് ഉള്ളത്. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, നമ്മളത് ഇഷ്യൂ ചെയ്ത തീയതി. ഇത്രയുമാണ് ഗാർമെൻറ്റ്സിൻ്റെ ഘടകങ്ങൾ ബണ്ടിലിൽ ആക്കിക്കഴിഞ്ഞ ശേഷം നമ്മൾ കൊടുക്കുന്ന ലേബൽ. Next is garment components labeling continued. ലേബലിങ്ങിനെ പറ്റിയുള്ള തുടർ വിവരങ്ങൾ. The purpose of bundle labeling is to monitor the progress of each specific garment, ensure that all the correct parts are assembled together, and compensate operators for their work on each garment and facilitating quality control. ഓരോ നിർദ്ദിഷ്ട വസ്ത്രത്തിൻ്റെയും പുരോഗതി നിരീക്ഷിക്കുക, എല്ലാ ശരിയായ ഭാഗങ്ങളും ഒന്നിച്ചു ചേർക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഓരോ വസ്ത്രത്തിലും ഓപ്പറേറ്റർമാർക്ക് അവരുടെ ഗുണനിലവാര നിയന്ത്രണം ഉറപ്പാക്കുക എന്നിവയാണ് ബണ്ടിൽ ലേബലിങ്ങിൻ്റെ ലക്ഷ്യം. എന്തിനാണ് ബണ്ടിൽ ലേബലിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ചില ആവശ്യകതകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Next, labels may be self-adhesive stickers applied with a handheld machine similar to a grocery marking machine. നമ്മൾ പലചരക്ക് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഓരോ ഉൽപ്പന്നങ്ങളും അടയാളപ്പെടുത്തുന്നതിന് കയ്യിൽ പിടിച്ചിരിക്കുന്ന കൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു യന്ത്രം ഉണ്ടാവും. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അതിന് സെൽഫ് അഡ്ഹസീവ് ടേപ്പ്, സ്വയം പശ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റിക്കറുകൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സ്റ്റിക്കറിൻ്റെ മുകളിൽ ഈ കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ പേരും നമ്പറും ഓർഡറും അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അത്രയാണ് ഗാർമെൻറ്റ് കമ്പോണൻസിൻ്റെ അല്ലെങ്കിൽ ബണ്ടിലിൻ്റെ ലേബലിങ്ങിനെ പറ്റി പറയാനുള്ളത്.